ഹായ് നമസ്കാരം. ഇത് കുറച്ച് വാഴക്കൃഷി ചെയ്തട്ടോ ഒരു കർഷകൻ്റെ ഒരു അവസ്ഥയാണ്. സ്വന്തം വാഴക്കൃഷിയാണ്. ഒരു 10,000-1500 വാഴ നട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം വെട്ടാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുലകൾ നമുക്കൊന്ന് വെട്ടാനുള്ള പരിപാടിയിലാണ്. കുറച്ച് കുലകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വെട്ടാം. അപ്പം ഈ കൊലൊന്ന് വെട്ടാം നമുക്ക്. ഇതാണ് കൊല. ഇത് വലിയ കുഴപ്പമില്ല, ഇത് നല്ല കൊലയായിട്ട് തോന്നുന്നുണ്ട്. ഒരു കർഷകന്റെ അധ്വാനത്തിന്റെ ഫലമാണിത്. നമുക്കെല്ലാവർക്കും കഴിക്കാനുള്ളതാണല്ലോ. ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവയ്ക്കും. ഇതിപ്പോൾ കിലോ 15-20 രൂപ കിട്ടും. അതിൽ നിന്ന് ഈ തണ്ടിന്റെ വില കുറയ്ക്കണം. 1.5 കിലോ തണ്ട് കുറയ്ക്കണം. എന്താ അവസ്ഥ ഇതൊക്കെയാണ്. അടുത്ത കൊല താൻ ഒടിഞ്ഞു വരും. നല്ല കൊലയാണ്, നല്ല കഷ്ടപ്പാടാ. നാടിൻ്റെ ലോകത്തിൻ്റെ നട്ടെല്ലാരാണ്? കർഷകൻ. കർഷകനാണ് ഒരു ലോകത്തിൻ്റെ നട്ടല്. കർഷകർ കഷ്ടപ്പെടുന്നു, നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കുന്നു. അല്ലാതെ ഇന്ത്യ കുറെ ബോംബുണ്ടാക്കി മറ്റൊരു മിസൈലുണ്ടാക്കി എന്ത് കാര്യമുള്ള? കർഷകൻ അധ്വാനിച്ചൊന്നും ഉണ്ടാക്കാതെ നമുക്ക് എന്ത് കിട്ടില്ല? ഭക്ഷണം കിട്ടില്ല. അല്ലാതെ വിശക്കുന്ന സമയത്ത് നമ്മൾ കുറെ യുദ്ധം ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. കുറെ ആൾക്കാരെ ദൈവത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇതല്ലേ ഇത് മൊത്തം കിളി, അണ്ണാൻ, കുരങ്ങ് അങ്ങനെയെല്ലാം കുത്തിപ്പോയി. പിന്നെ ഇതിന്റെ അവസ്ഥ എന്താ അറിയോ? വയനാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ അവസ്ഥയാണിത്. മൃഗങ്ങള്, അണ്ണാൻ മുതൽ കുരങ്ങ് മുതൽ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി, പന്നി അടക്കം. ഇതൊന്നുമില്ല. ഒരു വയനാട്ടിലെ ഒരു കർഷകന്റെ അവസ്ഥയാണ് ഇത്. ആരോടെ പറയണ്ടേ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പല പന്നികളുടെ ഇടയിൽ നിന്നും വെളുപ്പിനൊക്കെ വന്ന് വെള്ളമൊക്കെ നനച്ചുണ്ടാക്കിയതാണ്. അതിനുശേഷം ഒരു കർഷകനായ കിട്ടിയ അവസ്ഥയാണിത്. ആരോടെ പറയണ്ടേ? അതുകൊണ്ട് വയനാട്ടിലെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ അവസ്ഥയാണ്. മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഇതൊക്കെ കിട്ടി തന്നെ ഭാഗ്യം കഴിഞ്ഞാൽ മതി. ഇതിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം.